ഇനി നമുക്ക് ഈത്തപ്പഴം കൊണ്ട് കുറച്ച് ഐറ്റംസ് നോക്കിയാലോ. ആദ്യം നമുക്ക് സിമ്പിളായിട്ടുള്ള ഐറ്റം നോക്കാം. അതിനായിട്ട് നമ്മുടെ ഈത്തപ്പഴം ഇതുപോലെയൊന്ന് പീസ് ചെയ്ത് എടുക്കണം. നമ്മുടെ ഇഷ്ടത്തിന് സൈസ് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നടുക്കത്തെ നമ്മുടെ നാര് റിമൂവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തെടുക്കാവേ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ നാര് റിമൂവ് ചെയ്ത് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ ഞാനിപ്പോൾ അത് റിമൂവ് ചെയ്തില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെയൊന്ന് ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കരയാണ്. അതിങ്ങനെ പാനിയൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് പാനിലേക്കിട്ട് ഇതൊന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. ലേശം നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ഏത്തപ്പഴം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പലണ്ടി പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ലേശം ചുക്ക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഏലക്ക പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ എന്നിട്ട് ഇതുപോലെയൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉടച്ച് എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. അടുത്ത സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഈത്തപ്പഴം ഒന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. ചെറുതായിട്ടോ അല്ലെങ്കിൽ രണ്ടായിട്ടോ മുറിച്ചോ ഇതുപോലെ ഒന്ന് ആവി കയറ്റി എടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നമ്മൾ ആവി കയറ്റി എടുത്തിട്ട് ഇങ്ങനെ ഉടയ്ക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉടഞ്ഞു കിട്ടും കേട്ടോ. നമുക്കിതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. പക്ഷെ അപ്പോൾ കറുത്ത നാര് മാറ്റാൻ വേണ്ടി മറന്നു പോകരുത്. ഇപ്പം ഞാനിതിലേക്ക് ചേർത്ത കുറച്ച് ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഏലക്ക ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചുക്ക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിയായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അങ്ങനെയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യിൽ വരട്ടിയെടുത്ത് കുറച്ച് മുന്തിരിങ്ങയും അതുപോലെ തന്നെ കുറച്ച് പൊട്ടുകടലയൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇതാദ്യം കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കാരണം നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങിയെടുത്ത് ഉടച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളമയം ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ ഉടച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അഥവാ നമുക്ക് വെള്ളം പോരായ്മ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലേശം തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്താൽ മതി. അല്ല, നമ്മൾ ആദ്യമേ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭയങ്കര വാട്ടറിയിലേക്ക് പോകും കേട്ടോ. അപ്പം നല്ലപോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരിലയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ളത് വെച്ചു കൊടുക്കാം കേട്ടോ. ഇലയില്ലെങ്കിൽ ബട്ടർ പേപ്പറിലാണെങ്കിലും ചെയ്തെടുക്കാവേ. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാമല്ലോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണല്ലോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് ഇതും രണ്ടാമത്തേന്ന് ആവി കയറ്റാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അടയൊക്കെ നല്ല തയ്യാറാക്കി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ അടയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടും ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെന്നുണ്ടെങ്കിലും ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടേസ്റ്റിലോട്ട് ഇത് ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത നമ്മുടെ അടിപൊളി സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഏത്തപ്പഴം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഞാൻ നേരത്തെ കാണിച്ച മെത്തേഡിൽ ചെറുതായിട്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ വരഞ്ഞു കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാവേ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതൊന്ന് ആവി കയറ്റാനായിട്ട് വെക്കാം കേട്ടോ. നമുക്കിത് പെട്ടെന്ന് തന്നെ ആവി കയറ്റി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ആവിയൊക്കെ കയറി ഞാൻ പഴം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പഴം ഒരുപാട് പഴുക്കാത്ത പഴമായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ
ഭയങ്കരമായിട്ട് അങ്ങ് വെന്തങ്ങ് ഉടഞ്ഞു പോകുന്ന മെത്തേഡിൽ കിട്ടത്തില്ലായിരുന്നേ. ഇപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിക്ക് കിട്ടുമായിരുന്നു. ഇനി നമുക്ക് ഈ നടുക്കത്തെ ഭാഗം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അതെല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മുടെ നേരത്തെ മെത്തേഡിലെ പോലെ ഒന്ന് ഉടച്ചെടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കാം. പക്ഷെ ഈ പഴം കുറച്ച് പഴുക്കാത്തതുകൊണ്ട് മിക്സിയിലിട്ട് അടിച്ചാലേ നല്ലപോലെ വരുള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത്. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് എള്ളൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് അരിപ്പൊടിയാണ്. ലേശം നമുക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചുക്കുപൊടി, ഏലക്കാപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ബോൾസ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. ചില ബ്രെഡ് ക്രംസിൽ നമുക്ക് സ്പൈസി ആയിട്ട് കിട്ടും കേട്ടോ. അതും ഇതാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ചെറിയ എരിവുള്ള ബ്രെഡ് ക്രംസ് ചിലപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ നോർമൽ ബ്രെഡ് ക്രംസ് ആട്ടോ ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അതിനുശേഷം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി നമുക്ക് നമ്മുടെ ഓരോ ബോൾസായിട്ട് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. നമുക്ക് ഓരോ സൈഡ് വീതം ഒന്ന് ബ്രൗൺ ആയി വരുന്ന സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ പഴമൊക്കെ നല്ലപോലെ വെന്തതാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്നായി വരും. തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണേ. രണ്ട് സൈഡും നല്ല ബ്രൗൺ ആയിട്ട് വരുമ്പോ കോരി എടുത്തു കഴിഞ്ഞാൽ ചായയുടെ കൂടി കുടിക്കാൻ അടിപൊളി ഒരു സ്നാക്ക് ആയില്ലേ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഏത്തപ്പഴം കൊണ്ട് സ്നാക്ക് മാത്രം തയ്യാറാക്കിയാൽ മതിയോ? പോരല്ലേ. അപ്പൊ ഒരു ഡ്രിങ്ക് ആവണ്ടേ. അതിനായിട്ട് നമ്മുടെ ഏത്തപ്പഴം കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റിയതിനെ പിടിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് കുറച്ച് അരിപ്പൊടി ഇങ്ങനെ ചേർത്ത് ഇതുപോലെ ഒരു ബോൾസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു പാനിലേക്ക് നെയ്യ് വെച്ച് കുറച്ച് നമ്മുടെ റവയൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് പാലൊഴിച്ച് തിളച്ച് വരുന്ന സമയത്ത് 2 ഏലക്ക ചതച്ചതും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ അടിപൊളിയായിട്ടുള്ള ഈത്തപ്പഴ ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതിന്റെ പുറമെ കുറച്ച് നെയ്യിൽ സോട്ട് ചെയ്ത ക്യാരറ്റും കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു ഡ്രിങ്കും കൂടി തയ്യാറായിട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് 3 ഏത്തപ്പഴം കൊണ്ടുള്ള സ്നാക്കും ഒരു ഡ്രിങ്കുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.